പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2021 ജനുവരി മാസം 8 വെള്ളിയാഴ്ച പ്രഭാതത്തിൽ കർത്താവിനെ ആരാധിക്കുവാൻ, കർത്താവിനെ സ്തുതിക്കുവാൻ സർവശക്തനായ നമ്മുടെ പിതാവ് ഒരുക്കി തന്നിരിക്കുന്ന നല്ല സാവകാശത്തിനായിട്ട് നമുക്ക് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ കർത്താവിനെ സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. കരങ്ങളെയൊക്കെ ഉയർത്തി കർത്താവിന് നന്ദി പറഞ്ഞാണ്ട് ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. ഒന്നുകൂടെ കരങ്ങളെ ഉയർത്തി സ്തോത്രം പറഞ്ഞേ. സ്തോത്രം 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 സ്തോത്രം. കർത്താവ് കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ നമ്മളെ കാത്തു പരിപാലിച്ചതിനായിട്ട് സ്തോത്രം പറഞ്ഞാട്ട് സ്തോത്രം പാപ്പ. സ്തോത്രം സ്തോത്രം സ്തോത്രം. കഴിഞ്ഞ രാത്രി നമുക്ക് നല്ല ഉറക്കം തന്നതിനായിട്ട് കരങ്ങൾ ഉയർത്തി സ്തോത്രം പറഞ്ഞ സ്തോത്രം പിതാവേ. സ്തോത്രം 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 സ്തോത്രം. ഈ പകൽക്കാലം നമ്മളെ ജയകരമായി നടത്തുന്ന ദൈവത്തിന്റെ വൻ കൃപകൾക്കായിട്ട് കർത്താവിന് സ്തോത്രം പറഞ്ഞാട്ടെ. സ്തോത്രം പിതാവേ. സ്തോത്രം 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 സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. ഈ പകൽക്കാലം കർത്താവ് നമ്മളെ കൈപിടിച്ച് നടത്താൻ പോകുന്നത് ഓർത്ത് ആമേൻ കർത്താവിന് നന്ദി പറഞ്ഞാട്ടെ. എല്ലാവരും ചേർന്ന് കർത്താവിനെ സ്തോത്രം പറഞ്ഞ്, ആരും മൗനമായിരിക്കാതെ എല്ലാവരും കർത്താവിന് സ്തോത്രം പറഞ്ഞാട്ടെ. പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് അങ്ങേക്ക് നന്ദി പറയുന്നു, ഒരുമിച്ച് അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. സങ്കീർത്തനക്കാരൻ 68 സങ്കീർത്തനം 68:19 പറയും, നമ്മുടെ രക്ഷയാകുന്ന ദൈവമായി നാൾതോറും നമ്മുടെ ഭാരങ്ങളെ ചുമക്കുന്ന കർത്താവ് വാഴ്ത്തപ്പെടുമാറാകട്ടെ. കണ്ടോ, നമ്മുടെ രക്ഷയാകുന്ന ദൈവം മാത്രമല്ല, നാൾതോറും നമ്മുടെ ഭാരങ്ങളെ ചുമക്കുന്ന ദൈവം. അതാണ് നമ്മുടെ കർത്താവിൻ്റെ ഒരു പ്രത്യേകത. ഓരോ ദിവസവും നമ്മുടെ ഭാരങ്ങളെ ചുമക്കുക. എന്നാൽ ഇംഗ്ലീഷ് ബൈബിളിലൊക്കെ പറയുന്ന ഓരോ ദിവസവും നമുക്ക് ആവശ്യമായത് കൊണ്ട് നമ്മളെ നിറയ്ക്കുന്ന ദൈവം, നമ്മുടെ ആവശ്യങ്ങൾ അനുസരിച്ച് നമ്മളെ ലോഡ് ചെയ്യുന്ന ദൈവം. നമുക്ക് എന്തൊക്കെയാണ് ഓരോ ദിവസവും ആവശ്യമുള്ളത് അതനുസരിച്ച് നമ്മുടെ ജീവിതത്തിൽ അത് നമുക്ക് നൽകുന്ന, നമ്മളെ അതുകൊണ്ട് നിറയ്ക്കുന്ന നമ്മുടെ ദൈവം. നമ്മുടെ ദൈവം നമുക്ക് ഉദ്ധാരണങ്ങളുടെ ദൈവമാകുന്നു. മരണത്തിൽ നിന്നുള്ള നീക്കുപോക്കുകൾ ആമേൻ കർത്താവായ യഹോവയ്ക്കുള്ളവ തന്നെ. അപ്പം മരണത്തിൽ നിന്നുള്ള നീക്കുപോക്കുകൾ ആർക്കുള്ളതാ? കർത്താവിനുള്ളത്. നമ്മുടെ കർത്താവ് നമ്മളെ മരണത്തിൽ നിന്ന് വിടുവിക്കുന്നവന്, നമ്മുടെ കർത്താവ് നമ്മളെ ഉദ്ധരിക്കുന്ന ദൈവമാണ്. ഹല്ലേലൂയ. ആമേൻ. കർത്താവിൻ്റെ ആ വലിയ കൃപകളെ ഓർത്ത് സ്തോത്രം പറഞ്ഞാട്ടെ. 32 ഭാഗത്ത് പറയുന്നു, ഭൂമിയിലെ രാജ്യങ്ങളെ ദൈവത്തിന് പാട്ടുപാടുവീൻ, കർത്താവിന് കീർത്തനം ചെയ്യുവീൻ. ആമേൻ. ദൈവം അങ്ങയുടെ വിശുദ്ധ മന്ദിരത്തിൽ ദൈവമേ അങ്ങയുടെ വിശുദ്ധ മന്ദിരത്തിൽ അങ്ങ് ഭയങ്കരനായി വിളങ്ങുന്നു. ആമേൻ. ഇന്ന് പ്രഭാതത്തിൽ നമുക്ക് ഒരുമിച്ച് ഈ കർത്താവിനെ ആരാധിക്കുവാൻ, സർവശക്തനായ നമ്മുടെ ഉദ്ധാരണങ്ങളുടെ ദൈവത്തെ, മരണത്തിൽ നിന്ന് നീക്കുപോക്കുകളെ തരുന്ന ദൈവത്തെ, അനുദിനം നമ്മുടെ ഭാരങ്ങളെ ചുമക്കുന്ന ദൈവത്തെ, അനുദിനം നമ്മളെ നിറച്ചു നടത്തുന്ന ദൈവത്തെ ആമേൻ നമുക്ക് സ്തോത്രം ചെയ്യുവാൻ ലഭിച്ചിരിക്കുന്ന നല്ല അവസരമല്ലേ. സന്തോഷത്തോടെ, ആനന്ദത്തോടെ, ഹൃദയവിശാലതയോടെ ദൈവത്തിന് സ്തോത്രം പറഞ്ഞാണ്ട് എല്ലാവരും കർത്താവിന് സ്തോത്രം പറയണേ. ആരും മൗനമായിരിക്കില്ലേ? ആരോ മൗനമായിരിക്കുന്ന പോലെ തോന്നുന്നല്ലോ. ആരും മൗനമായിരിക്കാതെ നിങ്ങളുടെ അധരങ്ങളെ തുറന്ന് കർത്താവിന് സ്തോത്രം പറ. ആമേൻ. കൈകൾ അടിച്ച് കർത്താവിന് സ്തോത്രം പറ. കൈകൾ ഉയർത്തേണ്ടപ്പോൾ കൈകൾ ഉയർത്തി സ്തോത്രം പറ. ഹല്ലേലൂയ. ഞങ്ങളുടെ സ്വർഗീയപ്പ, ഞങ്ങൾ ഒരുമിച്ച് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഈ പ്രഭാതത്തിനായിട്ട് സ്തോത്രം പറയുന്നു. രാത്രി ഞങ്ങൾക്ക് തന്ന നല്ല ഉറക്കത്തിനായിട്ട് സ്തോത്രം. ആമേൻ. കഴിഞ്ഞ പകൽക്കാലം അത്ഭുതകരമായി ഞങ്ങളെ നടത്തിയതിനായിട്ട് സ്തോത്രം. ഈ പ്രഭാതത്തിൽ ഞങ്ങളെ ഉണർത്തിയ കൃപകൾക്കായി സ്തോത്രം. അപ്പോൾ ഈ പകൽക്കാലത്ത് ഞങ്ങൾ അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു പ്രാർത്ഥിക്കുന്നു. ഈ ശബ്ദം കേൾക്കുന്ന ഓരോ മക്കളെയും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുക. കർത്താവേ, അങ്ങയുടെ കുഞ്ഞുങ്ങളുടെ കുടുംബജീവിതത്തെ അനുഗ്രഹിക്കണമേ. അങ്ങയുടെ കുഞ്ഞുങ്ങളുടെ ആമേൻ ജോലി സ്ഥലങ്ങളെ അനുഗ്രഹിക്കണമേ. ഇവരുടെ കർത്താവേ, അങ്ങയുടെ കുഞ്ഞുങ്ങളുടെ തലമുറയെ അനുഗ്രഹിക്കണമേ. എല്ലായിടത്തും ഇവർ അനുഗ്രഹിക്കപ്പെടുവാൻ, നന്മകൾ കൊണ്ട് നിറയുവാൻ, പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു മുന്നേറുവാൻ ഇന്ന് പകൽക്കാലം കർത്താവ് സഹായിക്കണം. രോഗികളായി ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. അടിക്കടി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന തലയ്ക്കകത്തെ വേദന യേശുവിന്റെ നാമത്തിൽ ഈ പ്രഭാതത്തിൽ പെർമനന്റ് ആയിട്ട് അവരിൽ നിന്ന് വിട്ടുമാറട്ടെ. മേലാൽ മടങ്ങി വരാതെ യേശുവിന്റെ നാമത്തിൽ കൽപ്പിക്കുന്നു വിട്ടുമാറുവാൻ. അതുപോലെ കർത്താവേ, ശരീരത്തുള്ള അലർജികൾ യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. ഹല്ലേലൂയ. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. അലർജി മുഖാന്തരം ഉണ്ടായിരിക്കുന്ന നീർക്കെട്ടുകൾ യേശുവിന്റെ നാമത്തിൽ വലിഞ്ഞു മാറട്ടെ. കർത്താവിന്റെ അത്ഭുതകരം നീട്ടിയിരിക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, എഴുന്നേൽക്കുവാൻ പ്രയാസമായി, ഇരുന്നിടത്തുനിന്ന് എഴുന്നേൽക്കാൻ പ്രയാസമായി, നടക്കുവാൻ പ്രയാസമായി ഭാരപ്പെട്ടിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അവർ ബലം പ്രാപിക്കട്ടെ, ശക്തി പ്രാപിക്കട്ടെ. ആമേൻ. കാലിൻ്റെയും കൈകളുടെയും ശരീരത്തിന്റെ വേദനകൾക്ക് മാറ്റമുണ്ടാകട്ടെ. ദൈവത്തിന്റെ കൃപ തന്റെ കുഞ്ഞുങ്ങളുടെ മേൽ പകർന്നിരിക്കുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, അതുപോലെ ജോലി വിഷയത്തിൽ, സാമ്പത്തിക വിഷയങ്ങളിൽ ഭാരപ്പെട്ടിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ അത്ഭുത പ്രവൃത്തി തന്റെ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടുവാൻ പ്രാർത്ഥിക്കുക. കർത്താവേ, ഓ താങ്ക് യു ഹോളി സ്പിരിറ്റ്.
അങ്ങ് അത്ഭുതകരമായി നടത്തുന്ന കൃപകൾക്കായി സ്തോത്രം. വഴികൾ തുറന്നു കൊടുക്കുന്ന കൃപകൾക്കായി സ്തോത്രം. ദൈവാത്മാവ് നടത്തുന്ന കൃപകൾക്കായി സ്തോത്രം. കർത്താവേ, ഇന്നത്തെ സഭായോഗത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അത് ഏറ്റവും മേത്തരമായി തീരണമേ, ഏറ്റവും അനുഗ്രഹപൂർണ്ണമായി തീരണമേ. കർത്താവിൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിന് കാരണമായി തീരുന്നതിനായി സ്തോത്രം. മിഡിൽ ഈസ്റ്റിനെ മുഴുവനായിട്ട് ഞങ്ങൾ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. എല്ലാ മീറ്റിങ്ങിലും ദൈവത്തിൻ്റെ കൃപയാവരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഒരിക്കലൂടെ ഈ സന്ദേശങ്ങൾക്ക് തന്നെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കുക യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ കൃപയും സമാധാനവും സന്തോഷവും വർദ്ധിച്ച് പെരുകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കാരണം വർധനവിൻ്റെയും ആമേൻ പെരുകുന്ന വർഷമാണ് നിങ്ങളുടെ ജീവിതത്തിൽ. ദൈവിക നന്മകൾ മുഴുവനും വർദ്ധിച്ച് പെരുകുമാറാകട്ടെ. ശ്രദ്ധിച്ച് കേൾക്കാം. നമ്മൾ അതാണ് വചനത്തിലേക്ക് കയറുകയാണ്. ഇന്ന് നമുക്ക് രാവിലെ സഭായോഗമുണ്ട്. ഇന്ത്യൻ സമയം 8:30 ആണ് സഭായോഗം ആരംഭിക്കുന്നത്. ഇതിന് നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ നിങ്ങൾ അതിൽ പങ്കെടുത്താൽ നിങ്ങളുടെ ജീവിതം ഏറ്റവും അനുഗ്രഹപൂർണ്ണമായി തീരുവാൻ ഇടവരും. ഓക്കെ, കർത്താവ് അനുഗ്രഹിക്കട്ടെ. കേട്ടാട്ടെ, 1 കൊരിന്ത്യർ ലേഖനം 10-ാം അധ്യായം 31-ാമത്തെ വാക്യമാണ് വായിക്കാൻ പോകുന്നത്. 1 Corinthians chapter 10 verse 31. എന്താ ഇതിൻ്റെ പ്രത്യേകത എന്ന് ചോദിച്ചാൽ, നമ്മൾ പുതിയ വർഷം നമ്മളോട് കർത്താവ് പറഞ്ഞു ഇത് വർധനവിൻ്റെ വർഷമാണ്. അപ്പം നമ്മളെ എവിടെയാണെങ്കിലും ദൈവം നമ്മളെ വർദ്ധിപ്പിക്കും. അവിടെ ദൈവത്തിൻ്റെ മഹത്വമാക്കി നമ്മളെ മാറ്റും. ദൈവമാണ് വളർച്ച തരുന്നത്. മനുഷ്യൻ നമുക്ക് സ്വയമേ വളർന്നാൽ അതിനൊരു ലിമിറ്റുണ്ട്. നമ്മൾ ചാടിയാൽ അതിനൊരു പരിധിയുണ്ട്. എന്നാൽ ദൈവമായിട്ട് നമ്മളെ വളർത്തിയാൽ അതിനൊരു പരിധിയില്ല. അത് അസാധാരണ നിലവാരത്തിലാകും പോകുന്നത്. അതുകൊണ്ട് ഇന്ന് പരിശുദ്ധാത്മാ പറയുന്ന ഈ സന്ദേശം നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കണം. കാരണം അടുത്ത ഒരു ലെവലിലേക്കുള്ള വളർച്ചയ്ക്ക് ദൈവാത്മാവ് തരുന്ന ഒരു ആലോചനയാണ്. അപ്പം നമ്മൾ ഈ വർഷം വളരാൻ ആഗ്രഹിക്കുന്നവർ ഈ സന്ദേശം കേൾക്കുക മാത്രമല്ല അത് നിങ്ങളുടെ ജീവിതത്തിൽ പ്രാക്ടിക്കലാക്കി എടുക്കുകയും ചെയ്യണം. 1 Corinthians chapter number 10 verse 31. ആകയാൽ നിങ്ങൾ തിന്നാലും കുടിച്ചാലും എന്ത് ചെയ്താലും എല്ലാം കർത്താവിൻ്റെ മഹത്വത്തിനായി ചെയ്യുവീൻ, എല്ലാം ദൈവത്തിൻ്റെ മഹത്വത്തിനായി ചെയ്യുവീൻ എന്നാണ് അപ്പോസ്തലനായ പൗലോസ് കൊരിന്ത്യ സഭയോട് പറയുമ്പോൾ ഇവിടെ നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത്. നിങ്ങൾ തിന്നാലും കുടിച്ചാലും എന്ത് ചെയ്താലും ആർക്കെന്ന് വേണം ചെയ്യണം? കർത്താവിനെന്ന വണ്ണം, ദൈവത്തിൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിനെന്ന വണ്ണം ചെയ്യണം. അപ്പം ഇവിടെ പരിശുദ്ധാത്മാവ് പറയുന്നത് നമ്മൾ എന്ത് ചെയ്താലും ഈ 2021 നമ്മുടെ വർധനവിൻ്റെ വർഷമാണ്. നമ്മൾ എന്ത് ചെയ്താലും നമുക്കൊരു ബോധം വേണം, ഇത് കർത്താവിന് വേണ്ടിയാണ് ഞാൻ ചെയ്യുന്നത്. ഒരു പക്ഷേ നിങ്ങളൊരു കമ്പനിയിൽ ജോലി ചെയ്യുകയായിരിക്കാം, ഒരു പക്ഷേ നിങ്ങൾ വീട്ടിൽ ജോലിക്ക് നിൽക്കുകയായിരിക്കാം, ഒരു പക്ഷേ നിങ്ങളൊരു സെക്യൂരിറ്റിക്കാരനായിരിക്കാം, ഒരു പക്ഷേ മാനേജറായിരിക്കാം, ഇടത്തരക്കാരനായ ജോലിക്കാരനായിരിക്കാം, ബിസിനസ്സുകാരനായിരിക്കാം, നിങ്ങൾ സുവിശേഷകനായിരിക്കാം, നിങ്ങൾ സ്കൂളിൽ പഠിക്കുന്ന വിദ്യാർത്ഥിയായിരിക്കാം, അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന വിദ്യാർത്ഥിയായിരിക്കാം. നിങ്ങൾ ആരുമായിക്കോട്ടെ, നിങ്ങളെ ദൈവം വീണ്ടും ജനനത്തിലൂടെ നിങ്ങൾ ദൈവത്തിൻ്റെ കുടുംബത്തിൻ്റെ അംഗമായി മാറി, ദൈവിക ഭവനത്തിൻ്റെ ഓഹരിക്കാരനായി മാറി, യേശുക്രിസ്തുവിനോടുകൂടെ നിങ്ങൾ കൂട്ടവകാശിയായി മാറി. ഇനി നിങ്ങൾ എന്ത് ചെയ്താലും, ഇവിടെ പറഞ്ഞ കഴിച്ചാലും കുടിച്ചാലും, നോർമലി ചെന്ന് ചോദിക്കുക, ഞാൻ കഴിക്കുന്നത് എനിക്ക് വേണ്ടിയല്ലേ, നിങ്ങൾ കഴിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടി, നിങ്ങൾ കുടിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടി. പക്ഷെ തിരുവചനം പറയുക അങ്ങനല്ല. നമ്മൾ ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ ഭാഗമായി കഴിഞ്ഞപ്പോൾ നമ്മുടെ ആഹാരം, നമ്മൾ കഴിക്കുന്ന ആഹാരം പോലും, നമ്മൾ കുടിക്കുന്ന വെള്ളം പോലും കർത്താവിന് വേണ്ടി നമ്മൾ ചെയ്യണം. കാരണം ഇത് കർത്താവിൻ്റെ മന്ദിരമാണ്, കർത്താവിൻ്റെ ആത്മാവ് വസിക്കുന്നത്. സോ അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ലൈഫ്. അപ്പം നമ്മൾ എന്ത് ചെയ്താലും കർത്താവിന് എന്നവണ്ണം ചെയ്താൽ അവിടെ ദൈവം നമ്മളെ ഉയർത്തും, അവിടെ ദൈവം നമ്മളെ മാനിക്കും. അപ്പോൾ നിങ്ങൾ ജോലിയിൽ ഉയരുവാൻ ആഗ്രഹിക്കുന്നു, നിങ്ങളുടെ പഠിത്തത്തിൽ നിങ്ങൾ ഉയരുവാൻ ആഗ്രഹിക്കുന്നു, ഇത് വർധനവിൻ്റെ വർഷമല്ലേ? നിശ്ചയമായിട്ടും നിങ്ങളുടെ ജോലിയിൽ ദൈവം നിങ്ങൾക്കൊരു വർധനവ് തരും. നിങ്ങളുടെ ബിസിനസ്സിൽ കർത്താവ് നിങ്ങൾക്കൊരു വർധനവ് തരും. നിങ്ങളുടെ സകലത്തിലും ദൈവം നിങ്ങൾക്കൊരു വർധനവ് തരും. പക്ഷേ നിങ്ങൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും ആർക്കെന്ന വണ്ണം ചെയ്യണം? കർത്താവിനെന്ന വണ്ണം ചെയ്യണം. അയ്യോ, ഞാൻ അവിടെ പോയി ജോലി ചെയ്യാൻ തുടങ്ങി ഇത്രയും കാലമായി, അതാരും ഒന്നും നോക്കുന്നില്ല, അല്ലെങ്കിൽ ഞങ്ങളുടെ മുതലാളി എന്നെ മൈൻഡ് ചെയ്യുന്നില്ല, എൻ്റെ മാനേജർ എന്നെ നോക്കുന്നില്ല. നോ പ്രോബ്ലം. നിങ്ങൾ അവർക്ക് വേണ്ടിയല്ല ജോലി ചെയ്യുന്നത്, നിങ്ങൾ അവിടെ ജോലി ചെയ്യുന്നത് കർത്താവിന് വേണ്ടിയാണ് ചെയ്യുന്നത്. അപ്പം പ്രതിഫലം തരുന്നത് അവർ തന്നാലും തന്നില്ലേലും നിങ്ങൾക്ക് റിയൽ പ്രതിഫലം തരുന്ന ആരാന്നറിയാമോ? കർത്താവാ തരുന്നത്. ഉയർച്ച തരുന്ന ആരാന്നറിയാമോ? കർത്താവാ തരുന്നത്. ആരൊക്കെ പിടിച്ചു വെക്കാൻ നോക്കിയാലും കർത്താവ് ഒരാളെ ഉയർത്തുവാൻ തീരുമാനിച്ചാൽ അവരെ പിടിച്ചു വെക്കുവാൻ ആർക്കും കഴിയത്തില്ല. അതുകൊണ്ട് അവർ കാണുന്നില്ലല്ലോ, ഇവർ നോക്കുന്നില്ലല്ലോ, ഞാൻ ചെയ്യുന്ന ജോലിക്ക് തക്കതായ രീതിയിൽ അവരെന്നെ മാനിക്കുന്നില്ലല്ലോ. നോ, അങ്ങനെ ഒരു കംപ്ലൈൻറ്റ് നിങ്ങളുടെ ഭാഗത്തുനിന്ന് വരികയേ ചെയ്യരുത്. കാരണം നിങ്ങൾ ചെയ്യുന്നത് നിങ്ങൾക്കെന്ന വണ്ണമല്ല, നിങ്ങൾ ചെയ്യുന്ന കർത്താവിനെന്ന വണ്ണം. അത് മുഖാന്തരം മഹത്വം ആർക്കാ വരേണ്ടത്? കർത്താവിനാ മഹത്വം വരേണ്ടത്. അങ്ങനെ നിങ്ങൾ ചെയ്യുമ്പോൾ ദൈവം നിങ്ങളെ അവിടെ ഉയർത്തുവാൻ ഇടവരും. അല്ല, അയ്യോ, നമ്മളെ മനുഷ്യർക്കെന്ന വണ്ണം ചെയ്യരുത് ഒരിക്കലും. മനുഷ്യർ കാണുവാൻ തക്കവണ്ണം, മനുഷ്യർ നമ്മളെ പ്രശംസിക്കുവാൻ തക്കവണ്ണം,
മനുഷ്യർ നമ്മളോട് വെൽ ഡൺ ബോയ് എന്ന് പറയുവാൻ തക്കവണ്ണം ഒരിക്കലും നമ്മൾ ജോലി ചെയ്യാൻ പോകരുത്. നിങ്ങളെ കാണുന്നവൻ കർത്താവാണെന്നും കർത്താവ് കാണുന്നത് കൊണ്ട് എന്നെ മനുഷ്യൻ കണ്ടാലും കണ്ടില്ലേലും, എൻ്റെ മാനേജർ കണ്ടാലും കണ്ടില്ലേലും, എൻ്റെ സഹപ്രവർത്തകർ കണ്ടാലും കണ്ടില്ലേലും ഞാൻ ജോലി ചെയ്യുന്ന കർത്താവിന് വേണ്ടിയാണ്. അതുകൊണ്ട് എന്നാലാകുന്ന വിധത്തിൽ ഏറ്റവും ഭംഗിയായി ഏറ്റവും ബെസ്റ്റായി ഞാൻ ജോലി ചെയ്യുമെന്ന് ഇന്ന് പ്രഭാതത്തിൽ ദൈവമക്കളെ നിങ്ങളൊരു തീരുമാനമെടുക്കണം. കാരണം ദൈവത്തിൻ്റെ പ്രിൻസിപ്പളിന് എപ്പോഴും ആ പ്രിൻസിപ്പളിൽ നിന്ന് ദൈവം മാറിപ്പോകത്തില്ല. നമ്മൾ നമ്മുടെ ജോലിയിൽ അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്നതിൽ നമ്മൾ ചീറ്റിംഗ് ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും കർത്താവിന് നമ്മളെ വർദ്ധിപ്പിക്കാൻ കഴിയത്തില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മളവിടെ ചീറ്റ് ചെയ്യാതെ നമ്മൾ വളരെ ശ്രദ്ധാപൂർവം ചെയ്യണം. സമയത്തിന് മുമ്പേ ജോലിക്ക് ചെല്ലണം. സമയം കഴിഞ്ഞ് 5 മണിയാണെങ്കിൽ 5:05 ജോലി കഴിഞ്ഞ് ഇറങ്ങല്ലേ. ഇന്ന് സാറില്ലല്ലോ എന്നാൽ പിന്നെ താമസിച്ചു പോകാം, ഇന്ന് സാറില്ലല്ലോ എന്നാൽ പിന്നെ നേരത്തെ പോകാം എന്നൊരു സിസ്റ്റം നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകരുത്. മാതാപിതാക്കൾ കാണുന്നില്ലല്ലോ അതുകൊണ്ട് തൽക്കാലം നമുക്ക് കമ്പ്യൂട്ടർ കണ്ടുകൊണ്ടിരിക്കാം, പഠിക്കണ്ട എന്ന് കുഞ്ഞുങ്ങൾ വിചാരിച്ചു കഴിഞ്ഞാൽ ദൈവത്തിന് വർധനവ് തരാൻ കഴിയത്തില്ല. മാതാപിതാക്കളെയോ ബോസിനെയോ പ്രസാദിപ്പിക്കാനല്ല ദൈവം നമ്മളെ വിളിച്ചത്. ദൈവം നമ്മളെ വിളിച്ചത് നമ്മളെ വിളിച്ച കർത്താവിനെ പ്രസാദിപ്പിക്കാനും. അതുകൊണ്ട് നിങ്ങളുടെ യജമാനൻ കാണുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് വിഷയമല്ല. പക്ഷെ നിങ്ങൾ കർത്താവിനെ പ്രസാദിപ്പിക്കുന്ന രീതിയിലായിരിക്കണം നിങ്ങളുടെ ജോലി. നിങ്ങളുടെ യജമാനൻ കർത്താവാ. നിങ്ങൾ ഏത് കമ്പനിയിൽ ജോലി ചെയ്യുന്നുവെങ്കിലും ആരുടെ കീഴിൽ ജോലി ചെയ്യുന്നുവെങ്കിലും നിങ്ങളുടെ ബോസ് കർത്താവാണ്. അപ്പം നിങ്ങളുടെ ഈ ഭൂമിയിലെ യജമാനനെ അല്ല നിങ്ങൾ പ്രസാദിപ്പിക്കേണ്ടത്. നിങ്ങൾ സർവശക്തനായ കർത്താവായ നമ്മുടെ യജമാനനെ പ്രസാദിപ്പിക്കണം. അവിടെ വർധനവ് ആര് തരും? കർത്താവ് നമുക്ക് വർധനവ് തരും. മറന്നുപോകല്ലേ ഈ സന്ദേശം. കർത്താവ് നിങ്ങൾക്ക് വർധനവ് തരും. അപ്പം നിങ്ങളുടെ ടൈം കീപ്പർ ആരാണോ അവർ നോക്കുന്നോ ഇല്ലയോ എന്നുള്ളതല്ല നിങ്ങളുടെ വിഷയം. നിങ്ങൾ ദൈവ പൈതലായതുകൊണ്ട് നിങ്ങൾ ഓൺ ടൈമിൽ പഞ്ച് ചെയ്തിരിക്കണം. നിങ്ങൾ ദൈവ പൈതലായതുകൊണ്ട് സമയത്തിനകത്ത് വക്രിക്കാൻ പാടില്ല, പറ്റിക്കാൻ പാടില്ല. ഒരു രീതിയിൽ ഒരു ചീറ്റിങ് നിങ്ങളുടെ ജോലിയിൽ ഉണ്ടാകല്ലേ. മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നവരായി ദൃഷ്ടി സേവകന്മാരായി അല്ല നമ്മൾ ചെയ്യേണ്ടത്. പിന്നെയോ ഞാൻ ചെയ്യുന്നത് കർത്താവിനെ പ്രസാദിപ്പിക്കുവാനും. അതുകൊണ്ട് ഞാൻ തിന്നാലും കുടിച്ചാലും എന്ത് ചെയ്താലും ദൈവത്തിനെന്ന വണ്ണം അല്ലെങ്കിൽ ദൈവത്തിന് മഹത്വം വരുവാൻ തക്കവണ്ണം ചെയ്യുവാനാണ് പരിശുദ്ധാത്മാവ് നമ്മളെ ഓർപ്പിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് ബിസിനസ്സിൽ വളരുവാൻ പല സൂത്ര വഴികൾ പലരും പറഞ്ഞു തരും, പല എളുപ്പ വഴികൾ പലരും പറഞ്ഞു തരും. ഡോണ്ട് ഗോ ദേർ. അങ്ങോട്ട് പോകരുത്, ആ വഴിക്ക് തിരിയരുത്. കാരണം അത് ദുഷ്ടന്റെ ആലോചനയാണ്. ദൈവം നിങ്ങൾക്ക് വർധനവ് തരും. അത് ദൈവം എങ്ങനെയാ തരുന്നതെന്നറിയാമോ? ദൈവം നേരായ വഴിയിലൂടെ ദൈവം വർധനവ് തരും. ആരും ചിന്തിക്കാത്ത വഴിയിലൂടെ വർധനവ് തരും. നിങ്ങളുടെ ജോലിയിൽ ഒരുപക്ഷെ ഒരു പ്രൊമോഷന് വേണ്ടി കള്ളത്തരം കാണിക്കുവാനോ അല്ലെങ്കിൽ വ്യാജ സർട്ടിഫിക്കറ്റ് കൊടുക്കുവാനോ അല്ലെങ്കിൽ ആരെങ്കിലും ചംച ചെയ്യാനോ എന്ന് വെച്ചാൽ ഞാൻ ഉദ്ദേശിച്ചത് ആരെങ്കിലുമൊക്കെ അവരോട് പറഞ്ഞിട്ട് എന്തെങ്കിലുമൊക്കെ സോപ്പിട്ടെടുക്കാനൊക്കെ നോക്കാൻ പലരും നിങ്ങൾക്ക് ഉപദേശം തരും. അത് ദുഷ്ടന്റെ ഉപദേശമാണ്. ദൈവം നിങ്ങൾക്ക് വർധനവ് തരും. ദൈവം നിങ്ങൾക്ക് പ്രൊമോഷൻ തരും. ദൈവം നിങ്ങൾക്ക് ഉയർച്ച തരും. കർത്താവ് നിങ്ങളെ മാനിക്കും. ആർക്കെന്ന വണ്ണം ജോലി ചെയ്യണം? കർത്താവിനെന്ന വണ്ണം ചെയ്യണം. ആർക്കെന്ന വണ്ണം ബിസിനസ് ചെയ്യണം? കർത്താവിനെന്ന വണ്ണം ചെയ്യണം. അയ്യോ അവർ കാണുന്നില്ലല്ലോ, എൻ്റെ ഭർത്താവ് ഞാൻ ചെയ്യുന്ന ജോലിക്കൊന്നും അപ്രീസിയേഷൻ തരുന്നില്ലല്ലോ. നോ പ്രോബ്ലം സഹോദരിയെ. നിങ്ങളെ ഏൽപ്പിച്ച ജോലി അത് നിങ്ങൾ ഭംഗിയായിട്ട് ചെയ്താൽ ഭർത്താവല്ല നിങ്ങൾക്ക് മഹത്വം തരുന്നത്, ദൈവമാണ് നിങ്ങൾക്ക് മഹത്വം തരുന്നത്. കുഞ്ഞുങ്ങളെ, നിങ്ങളുടെ അപ്പനും അമ്മയും ഒരുപക്ഷെ നിങ്ങളെ മൈൻഡ് ചെയ്യുന്നില്ല, നിങ്ങൾ പഠിക്കുന്നതിന്. പക്ഷെ ദൈവമാണ് നിങ്ങൾക്ക് മഹത്വം തരുന്നത്, അല്ലെങ്കിൽ ദൈവമാണ് നിങ്ങളെ ഉയർത്താൻ പോകുന്നത്. അതുകൊണ്ട് ഇന്ന് പ്രഭാതത്തിൽ ഈ സന്ദേശം കേൾക്കുന്ന പ്രിയ ദൈവ പൈതലേ, ഹല്ലേലൂയ, ഈ 2021 വർധനവിൻ്റെ വർഷമെന്ന് കർത്താവ് നമുക്ക് വാക്ക് തന്നപ്പോൾ എക്സലൻസിലേക്ക് പോകാൻ, വർധനവിലേക്ക് പോകാൻ, ഉയർച്ചയിലേക്ക് പോകാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ സിൻസിയർ ആയിരിക്കണം, വിശ്വസ്തരായിരിക്കണം, പരമാർത്ഥതയുള്ളവരായിരിക്കണം. ഒരിക്കലും ശത്രുവിന് നമ്മളെക്കുറിച്ച് ദോഷം പറയാൻ ഇടയുണ്ടാകരുത്. ദൈവം തൻ്റെ പ്രിൻസിപ്പിളിൽ നിന്ന് മാറിപ്പോകത്തില്ല. അപ്പോൾ ദൈവിക പ്രിൻസിപ്പിളിൽ നിന്ന് മുന്നേറിയാൽ നിശ്ചയമായിട്ടും വർധനവിൻ്റെ വർഷമായിരിക്കും കേട്ടോ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ. കരങ്ങളെ ഉയർത്തി പറഞ്ഞാട്ടെ. യേശു ക്രിസ്തുവിൻ നാമത്തിൽ ഞങ്ങൾ വളരും, ഞങ്ങൾ വർദ്ധിക്കും, ഞങ്ങൾ പെരുകും. ആമേൻ. വി ആർ ബ്ലെസ്ഡ്. വി ആർ റിയലി ബ്ലെസ്ഡ്. വി ആർ പെർമനൻ്റ്ലി ബ്ലെസ്ഡ്. ഗോഡ് ബ്ലെസ് യു. ഗോഡ് ബ്ലെസ് യു. ഗോഡ് ബ്ലെസ് യു.